2000 വർഷങ്ങൾക്ക് മുൻപ് കരികാല ചോളൻ നിർമ്മിച്ച അണക്കെട്ടാണ് കല്ലണ ഡാം. ഡാമിനടുത്ത് കരികാല ചോഴൻ മണിമണ്ഡപത്തിന് മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ മണിമണ്ഡപത്തിൽ ആനപ്പുറത്തിരിക്കുന്ന കരികാലൻ്റെ വെങ്കല പ്രതിമ കാണാം. കൂടാതെ കരികാലൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി ചിത്രങ്ങളും. പുറത്തിറങ്ങി മുന്നോട്ട് നടക്കുമ്പോൾ കരികാല ചോളൻ്റെ മനോഹരമായ ഒരു ശില്പം കാണാം. ഇപ്പോൾ ഗ്രാൻഡ് അണക്കെട്ട് എന്നുകൂടി ഇതിന് പേരുണ്ട്. തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഈ സ്മൃതി മണ്ഡപത്തിൽ കാണുന്ന സർ ആർതർ കോട്ടൺ എന്ന ബ്രിട്ടീഷ് എഞ്ചിനീയറാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ അണക്കെട്ടിന് വേണ്ട മാറ്റങ്ങൾ വരുത്തി നവീകരിച്ചത്. കാവേരി നദിക്ക് കുറുകെയാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. കാവേരിയിലെ ജലദൗർലഭ്യതയും മഴക്കാലത്തെ വെള്ളപ്പൊക്കവും നിയന്ത്രിച്ച് കാവേരി തീരത്തെ ഫലഭൂയിഷ്ഠമായ മണ്ണ് എക്കാലവും കൃഷി ചെയ്യാൻ പര്യാപ്തമാക്കുക എന്നതായിരുന്നു ഈ അണക്കെട്ടിൻ്റെ നിർമ്മാണ ഉദ്ദേശം. അതിൽ തീർച്ചയായും ഗുണം കണ്ടു. അതാണ് ഇന്ന് തഞ്ചാവൂരിനെ തമിഴ്നാടിൻ്റെ നെല്ലറയാക്കി മാറ്റിയത്. AD 2-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ഡാമിന് 329 മീറ്റർ നീളവും 20 മീറ്റർ വീതിയും 5.4 മീറ്റർ ഉയരവുമുണ്ട്. കല്ലുകൊണ്ട് നിർമ്മിച്ച ഈ ഡാം ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഡാമുകളിലൊന്നാണ്. ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്ന് കാണുമ്പോഴാണ് അതിൻ്റെ നിർമ്മാണ വൈദഗ്ധ്യം നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. ഈ പ്രാചീന നിർമ്മിതി നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ അണക്കെട്ട് കാവേരിയെ രണ്ടായി വിഭജിക്കുന്നു. ഒരു വളഞ്ഞ നിർമ്മാണ രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉപയോഗശൂന്യമായി കിടന്ന ഈ പ്രാചീന നിർമ്മിതിയെക്കുറിച്ച് പഠിക്കുകയും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. കാവേരിയിലെ പ്രളയത്തെ കുറയ്ക്കാൻ കഴിയുമോ എന്നതായിരുന്നു അവരുടെ പ്രധാന വിഷയം. ക്യാപ്റ്റൻ സിം അതുപോലെ ക്യാപ്റ്റൻ കാൾഡ്വെൽ എന്നിവരുടെ പ്രത്യേക നിർദ്ദേശങ്ങളെ നടപ്പിലാക്കിയത് സർ ആർതർ കോട്ടൺ എന്ന എഞ്ചിനീയറായിരുന്നു. ഈ ഡാമിനോടനുബന്ധിച്ച് മനോഹരമായൊരു പാർക്കും നിർമ്മിച്ചിട്ടുണ്ട്. ഈ അണക്കെട്ടിൻ്റെ നിർമ്മാണം പലതവണ പരാജയപ്പെട്ടപ്പോൾ പന്തിരുകുലത്തിലെ വരരുചിയുടെ മൂത്ത മകൻ അഗ്നിഹോത്രിയുടെ സഹായം അഭ്യർത്ഥിച്ചതായി ശ്രീ രാജൻ ചുങ്കത്തിൻ്റെ പന്തിരുകുലത്തിൻ്റെ പിൻഗാമികൾ എന്ന പുസ്തകത്തിൽ പറയുന്നു. അഗ്നിഹോത്രി സമ്മാനിച്ച കോഴിപ്പരൽ എന്ന കൽപ്പശയാണത്രേ ഈ അണക്കെട്ടിൻ്റെ ഉറപ്പ് എന്ന് നാം ഇനിയും മനസ്സിലാക്കിയിട്ടുണ്ടോ?